വൈദ്യശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിലെ ലേഖനങ്ങളിൽ പലപ്പോഴും പല രോഗികളുടെയും മെഡിക്കൽ ഹിസ്റ്ററി വരാറുണ്ട്. ഇങ്ങനെ മെഡിക്കൽ ഹിസ്റ്ററി വരാറുള്ളപ്പോൾ രോഗിയുടെ പ്രൈവസി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരിക്കലും അവരുടെ പേര് പ്രസിദ്ധപ്പെടുത്താറില്ല. രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ചിലപ്പോൾ രോഗിയുടെ ഫോട്ടോയും ഇടേണ്ടി വരാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ രോഗി ആരെന്ന് മനസ്സിലാകാതിരിക്കുവാൻ വേണ്ടി ഫോട്ടോയിൽ അവരുടെ കണ്ണ് മറച്ചിരിക്കും. എന്നാൽ ഈ അടുത്ത കാലത്ത് ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ലേഖനത്തിൽ രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററിയോടൊപ്പം അവരുടെ പേരും പടവും പ്രസിദ്ധീകരിച്ച് കണ്ടു. രോഗികളുടെ അപേക്ഷ പ്രകാരമാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് ലേഖനത്തോടൊപ്പം ഒരു കുറിപ്പുമുണ്ടായിരുന്നു. രോഗികൾ റോബർട്ട് ക്ലീവ്ലൻഡും ജെറാൾഡ് ക്ലീവ്ലൻഡും എന്നു പേരുള്ള രണ്ട് സഹോദരങ്ങളാണ്. ഇവരിൽ ജെറാൾഡിന് 90 വയസ്സും റോബർട്ടിന് 86 വയസ്സും പ്രായമുണ്ട്. ഇവരുടെ മെഡിക്കൽ ഹിസ്റ്ററി പ്രസിദ്ധീകരിച്ചത് അമേരിക്കയിലെ പ്രസിദ്ധമായ ജോസ്ലിൻ ഡയബറ്റിക് ക്ലിനിക്ക് ഡോക്ടർമാർക്ക് അയച്ചു കൊടുത്ത ഒരു ലേഖനത്തിലൂടെയാണ്. റോബർട്ടും ജെറാൾഡും ഡയബറ്റിക് രോഗികളാണ്. 90 വയസ്സ് പ്രായമുള്ള രോഗികളെ കാണുന്നതിൽ അത്ഭുതമൊന്നുമില്ല. 100 വയസ്സ് കഴിഞ്ഞ ഡയബറ്റിക് രോഗികളെ ഞാനും ചികിത്സിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ റോബർട്ടിന് 5 വയസ്സ് മുതലും ജെറാൾഡിന് 16 വയസ്സ് മുതലും ഡയബറ്റിക് രോഗികളായതാണ്. അതായത് റോബർട്ട് ഡയബറ്റിക് രോഗിയായിട്ട് 81 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം ദിവസവും 3 നേരം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്ന ഒരു ഡയബറ്റിക് രോഗിയായിരുന്നു റോബർട്ട്. 81 വർഷം ദിവസവും 3 നേരം തുടർച്ചയായി ഇൻസുലിൻ എടുക്കേണ്ടി വന്നിട്ടുള്ള മറ്റേതെങ്കിലും പ്രമേഹ രോഗികളുടെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ സഹോദരങ്ങൾ രണ്ടുപേരും ഇന്നും ആരോഗ്യവാന്മാരായി കഴിയുന്നു. ഒരു കണക്കിന് ഇവർ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം റോബർട്ട് ജനിച്ച് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ബാൻറ്റിങ് ഇൻസുലിൻ കണ്ടുപിടിക്കുന്നതും ടൊറൻറ്റോയിൽ നിന്ന് ഡോക്ടർമാർക്കായി ഇൻസുലിൻ ആദ്യമായി വിതരണം ചെയ്യുന്നതും. ഈ കണ്ടുപിടുത്തം നടന്നില്ലായിരുന്നുവെങ്കിൽ 5-ാം വയസ്സിൽ ഡയബറ്റിക് രോഗിയായ റോബർട്ട് 10 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. എന്നാൽ ഡയബറ്റിസിൻ്റെ കഥ പറയുവാൻ 8 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആരോഗ്യത്തോടുകൂടി ഈ 2 സഹോദരങ്ങളും ജീവിച്ചിരിക്കുന്നു. ചെറുപ്പക്കാരായ ഡയബറ്റിക് രോഗികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയാണ് ഈ വന്യവയോധികരുടെ ഇന്നത്തെ ജീവിത ലക്ഷ്യം. അതുകൊണ്ടാണ് അവരുടെ പടവും ജീവിതകഥയും പ്രസിദ്ധീകരിക്കുവാൻ ജോസ്ലിൻ ക്ലിനിക്കിനോട് അവർ ആവശ്യപ്പെട്ടത്. ഇവരെ ചികിത്സിക്കുന്ന ജോസ്ലിൻ ക്ലിനിക്കിൻ്റെ ഡയറക്ടർ ഡോക്ടർ ജോർജ് കിങ് ഈ സഹോദരങ്ങളെപ്പോലെ ഇത്രയും സൂക്ഷ്മമായി ഡയബറ്റിക് മാനേജ് ചെയ്യുന്ന മറ്റാരെയും കണ്ടിട്ടില്ലെന്ന് പറയുന്നു. പഞ്ചസാരയും മറ്റ് റിഫൈൻഡ് ഷുഗേഴ്സും ഇവർ പരിപൂർണമായി വർജിച്ചിരിക്കുന്നു. കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും അവർ അളന്ന് കുറിച്ചിടും. കാർബോഹൈഡ്രേറ്റ്സ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രം കഴിക്കും. സസ്യാഹാരമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഈ സഹോദരങ്ങൾ ഇന്നും സൈക്കിളിൽ ചവിട്ടുകയും വ്യായാമം ചെയ്യുകയും ചെയ്യും. ദിവസവും ബ്ലഡ് ഷുഗർ 3 നേരം സ്വയം പരിശോധിച്ച് കുറിച്ചിടും. ഇൻസുലിൻ ഇവർ 3 നേരവും സ്വയം കുത്തിവെക്കും. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഗ്ലാസ് റിഞ്ചിനെ പറ്റിയും ഇടയ്ക്കിടയ്ക്ക് കല്ലിലുരച്ച് ഷാർപ്പൻ ചെയ്ത് മൂർച്ച വരുത്തിയിരുന്ന ആ കാലത്തെ നീഡിൽസ് തന്നിട്ടുള്ള വേദനയെപ്പറ്റിയും ഇടയ്ക്കിടയ്ക്ക് ഇവർ ഓർമ്മിക്കും. അക്കാലങ്ങളിൽ മൂത്രം പരിശോധിച്ചാണ് ബ്ലഡ് ഷുഗർ എത്രയെന്ന് നിഗമനത്തിലെത്തിയിരുന്നത്. ഡയബറ്റിക് ആൾക്കാരുടെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുവാനുള്ള സംവിധാനം അക്കാലങ്ങളിൽ
ഡോക്ടർമാരുടെ ഓഫീസിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ വേദനയുണ്ടാകാതെ കുത്തിവെക്കാൻ സാധിക്കുന്ന ഇൻസുലിൻ നീഡിൽസും വീട്ടിൽ തന്നെ ബ്ലഡ് ഷുഗർ പരിശോധിക്കുവാൻ സാധിക്കുന്ന ഗ്ലൂക്കോമീറ്ററും ജീവിതത്തെ എത്ര പ്രയാസരഹിതമാക്കിയെന്ന് ഇവർ പറയുന്നു. പ്രമേഹ രോഗ ചികിത്സയുടെ അന്ധകാര നാളുകളിൽ ജനിച്ച് ആധുനിക യുഗത്തിലെത്തിയ ഈ സഹോദരങ്ങൾ വൈദ്യശാസ്ത്രത്തോട് കൃതജ്ഞരാണ്. എന്നാൽ ഇവരുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും 3 പേരോട് ഇവർ പ്രധാനമായും കടപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നു. ഒന്നാമത് അവരുടെ അമ്മ ഹെൻറിറ്റ. റോബർട്ടിന് 5-ാം വയസ്സിൽ ഡയബറ്റീസ് കണ്ടുപിടിച്ചതിന് ശേഷം സ്നേഹനിധിയായ അമ്മ വീട്ടിൽ പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. മക്കളുടെ ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ ആ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാം അളന്ന് കൃത്യമായി നൽകി. ബർത്ത്ഡേ ദിവസങ്ങളിൽ ഓട്ട്മീൽ ബോക്സിന് മുകളിൽ അമ്മ കത്തിച്ചു വെച്ചിട്ടുള്ള കാൻഡിൽസ് മാത്രമാണ് താൻ ഊതിക്കെടുത്തിയിട്ടുള്ളതെന്ന് റോബർട്ട് പറയുന്നു. ആ ബോക്സിനടിയിൽ ഒരിക്കലും കേക്ക് ഉണ്ടായിരുന്നിട്ടില്ല. രണ്ടാമത് ഇവർ കടപ്പെട്ടിരിക്കുന്നത് ഇവരുടെ ഭാര്യമാരോടാണെന്ന് പറയുന്നു. ഡയബറ്റിക് ഡയറ്റിനെ പറ്റി എല്ലാം പഠിച്ച ഈ ഭാര്യമാർ ഡയബറ്റിക് രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന ഭക്ഷണങ്ങൾ മാത്രമേ വീട്ടിൽ എല്ലാവർക്കു വേണ്ടിയും പാചകം ചെയ്തിരുന്നുള്ളൂ. 3 തവണ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇൻസുലിൻ മൂലം ബ്ലഡ് ഷുഗർ താഴോട്ട് പോയി ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായി അപകടത്തിൻ്റെ വക്കത്തിലെത്തിയ റോബർട്ടിനെ ശരീരസ്പർശനത്തിലൂടെയും ചൂടിൽ നിന്നും വിയർപ്പിൽ നിന്നും അപകടം മനസ്സിലാക്കി ഓടിപ്പോയി ഓറഞ്ച് ജ്യൂസ് നൽകി രക്ഷിച്ച കഥ റോബർട്ട് സ്മരിക്കുന്നു. മൂന്നാമതായി ഇവർ കടപ്പെട്ടിരിക്കുന്നത്, ഈ സഹോദരങ്ങൾ കൃതജ്ഞതയോടെ കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടാണെന്ന് പറയുന്നു. രോഗം ആരംഭിച്ച ശേഷം 81 വർഷം കഴിഞ്ഞിട്ടും ആരോഗ്യവാന്മാരായി തങ്ങളെ നടത്തുന്നത് അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങളാണെന്ന് അവർ വിശ്വസിക്കുകയും തങ്ങളെക്കൊണ്ട് ഇന്നും ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. ചെറുപ്പക്കാരായ പ്രമേഹ രോഗികൾക്ക് ആത്മവിശ്വാസം പകരുകയാണ് തങ്ങളെക്കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നതും അതിന് ഉപകരണമാണ് തങ്ങളെന്നും അവർ വിശ്വസിക്കുന്നു. ഈ ദൃഢവിശ്വാസം ഇവരെ മുൻപോട്ട് നയിക്കുന്നു. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം. നിങ്ങൾക്ക് നന്ദി.